സർ, ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സ്വദേശിയായ വികാസ് ദുബെയുടെ ഒരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വാർത്തയ്ക്കകത്തെന്ന് പറഞ്ഞത് എല്ലാ ശനിയാഴ്ചയും പാമ്പ് വന്ന് കടിക്കും. അപ്പോൾ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് നമ്മുടെ കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, പാമ്പ് വന്നോ, കടിച്ചോ, ആൾ ജീവനോടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ പാമ്പ് ശനിയാഴ്ച വന്നോ, കടിച്ചോ എന്നൊക്കെ ആകാംക്ഷ നിലനിൽക്കുന്നു. സാർ, അക്കാര്യങ്ങളോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു പ്രേക്ഷകരെ പോലെ തന്നെ ആകാംക്ഷ. ഞാനും ഈ സംഭവങ്ങളുടെയൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രേക്ഷകനായതുകൊണ്ട് അത് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇയാളെ ശനിയാഴ്ച പാമ്പ് കടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്ന് 3 അംഗ ഒരു ഡോക്ടർമാരുടെ ടീമിനെ ചീഫ് മെഡിക്കൽ ഓഫീസർ രൂപീകരിച്ചിരുന്നു. അവർ വീട്ടിൽ പോയിട്ടും പിന്നെ ഇയാൾ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ജവഹർലാലിനെ കണ്ടുവൊക്കെ അന്വേഷിച്ചു. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ 7 തവണ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ 7 തവണ പാമ്പ് കടിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ആദ്യം പാമ്പ് കടി ജനുവരിയിലൊക്കെ തുടങ്ങിയിട്ട് പലപ്പോഴും ഈ പാമ്പ് സ്വപ്നത്തിൽ വന്നിരുന്നു. പാമ്പ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പാമ്പ് സംസാരിക്കും, അതുപോലെ ഓരോ കടിക്കും മുമ്പ് പ്രിമോണിഷൻ കിട്ടും എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയുന്നത്, അശരീരി എന്നൊക്കെ പറയുന്ന സാധനമാണത്. ഉണ്ടാവും, കടിക്കും, ഇന്ന് കടിക്കും, ഇത്ര സമയമൊക്കെ ആകുമ്പോൾ കടിക്കും എന്നുള്ള തോന്നലുമൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് കടിയൊക്കെ ഉണ്ടാവുക. അങ്ങനെ 3 തവണ പാമ്പ് സ്വപ്നത്തിലൊക്കെ വന്നു, ഇന്ന ദിവസം കടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇയാൾ ചികിത്സിച്ചിരുന്നത് സ്ഥിരമായിട്ട് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ അടുത്തുമാണ്, ഡോക്ടർ ജവഹർലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണല്ലോ പാമ്പ് സ്ഥിരമായിട്ട് കടിക്കുന്നത്, നിങ്ങൾ മാറി താമസിക്കുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അയാൾ അമ്മാവിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വ്യാഴാഴ്ച കടിച്ചു, ശനിയാഴ്ച മാറിപ്പോയി. അതാണ് പിന്നത്തെ ശനിയാഴ്ച നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സ്ഥലം മാറിയിട്ടും ഗുണമുണ്ടായിരുന്നില്ല, കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ 1 തവണ മാത്രമേ പാമ്പ് കടിച്ചിട്ടുള്ളൂ യഥാർത്ഥത്തിൽ. ഇയാൾക്കിപ്പോൾ 24 വയസ്സുണ്ട്. 16 ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജൂലൈ 16-ാം തീയതി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ഈ 3 അംഗ ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ, ഇയാൾക്കൊരു അസുഖമുണ്ട്, ഒരു മാനസിക അസുഖം. അതിൻ്റെ പേര് ഒഫീഡിയോഫോബിയ എന്നാണ്. എന്താണെന്നറിയാമോ? ആദ്യമായിട്ട് കേൾക്കുക. ഒഫീഡിയോഫോബിയ, പാമ്പുകളെ പേടിച്ചുകൊണ്ടിരിക്കുക, മാനസിക രോഗം. മനസ്സിലങ്ങനെ ഒരു ഭയം ഉണ്ടല്ലേ, ഒഫീഡിയോഫോബിയ. അതും പ്രേക്ഷകർക്ക് പുതിയ അറിവായിരിക്കും. അപ്പോൾ പാമ്പിനെയൊക്കെ അസാധാരണമായി ആവശ്യമില്ലാതെയൊക്കെ പേടിക്കുന്നവർ ഈ അസുഖം ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് നോക്കി സൈക്കാട്രിസ്റ്റുകൾക്കൊക്കെ കുറച്ച് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, ഒഫീഡിയോഫോബിയ ഉണ്ടോ എന്നുള്ളത്. ഇയാൾ സൗര ഗ്രാമത്തിലാണ് ഈ വികാസ് ദുബെ, ഇപ്പോൾ പാമ്പ് സ്വപ്നത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഇയാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് 7ാമത്തെ കടി ഉണ്ടായതാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. ശനിയോ ഞായറോ ആയിരിക്കും, 1 തവണയാണ് വ്യാഴാഴ്ച. അപ്പോൾ ഈ തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീവ് നയൻഗിരി, പിന്നെ സീനിയർ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പ്രദീപ് രാമൻ, നായിബ് തഹസിൽദാർ, നായിബ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി എന്നാണ്, അപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ വിജയ് തിവാരി, അഡീഷണൽ CMO ഇഷ്തിയാഖ് അഹമ്മദ്, ഡോക്ടർ രാജേന്ദ്ര വർമ്മ, ഡോക്ടർ NK സക്സേന, ഇത്രയും പേര് ഇയാളെ ഈ പാമ്പ് കടിക്ക് ചികിത്സിച്ചിരുന്ന റാം സനേഹി നഴ്സിംഗ് ഹോമിൽ പോയി. ആ നഴ്സിംഗ് ഹോമിലാണ് ഈ ജവഹർലാൽ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ആ നഴ്സിംഗ് ഹോമിൽ പോയിട്ട് അവിടെ പാമ്പ് കടിക്ക് ചികിത്സിച്ചിരുന്നല്ലോ വേറെ ആളുകളെ, ദുബെ അല്ലാതെ, വികാസ് ദുബെ അല്ലാതെ പാമ്പ് കടിക്ക് അവിടെ ചികിത്സ തേടിയിരുന്നവരുടെയൊക്കെ എക്സ്റേ ഫിലിംസ്, കടിച്ച പാടുകളെ സംബന്ധിച്ച ഡീറ്റെയിൽസ്, രോഗവിവരങ്ങൾ, ഫയലുകൾ, ഇത് മുഴുവൻ എടുത്ത് അവർ പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് ദുബൈയുടെ പാട്, പിന്നെ അതുപോലെ മോഹൻ ഖേദയിൽ നിന്ന് ഒരാൾ കടിയേറ്റിട്ട് വന്നിരുന്നു, അയാളുടെ ശരീരത്തിലെ പാട്, ICUയിൽ വേറൊരാൾ കിടപ്പുണ്ടായിരുന്നു, അയാളുടെ പാമ്പ് കടിച്ചിട്ട് അയാളുടെ പാട് നോക്കി.
അപ്പം ശരിക്കും പാമ്പ് കടിയേറ്റിട്ടുള്ള ഈ ആളുകളുടെ ശരീരത്തിലെ പാമ്പ് കടിയുടെ പാടുകളുണ്ടല്ലോ, ആ പാടുമായിട്ട് ഈ ദുബൈയുടെ ശരീരത്തിലെ ഒരു പാട് മാത്രമേ യോജിക്കുന്നുള്ളൂ. ഈ 8 കടി അടിച്ചതിന് ബാക്കി 7 കടികൾ പാമ്പിൻ്റെ കടികളല്ല എന്ന് കണ്ടുപിടിച്ചു. ആദ്യത്തെ പാട് ഈ പരിശോധിക്കപ്പെട്ട രണ്ടാമത്തെ ഒരാളുണ്ടല്ലോ ആശുപത്രിയിൽ കിടക്കുന്ന അയാളുടെ പാടിനോട് സാമ്യം ഉണ്ടായിരുന്നു. അവരെയൊന്നും 7 തവണ കടിച്ചിട്ടില്ലല്ലോ, ഒരു പാടല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാടത്ത് നോക്കിയപ്പോൾ ഒരാളുടെ പാമ്പിനോട് ഈ ദുബൈയുടെ ശരീരത്തിലെ ആദ്യത്തെ പാട് മാത്രം യോജിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി 6 പാമ്പ് കടിയേറ്റ പാടുകളൊന്നും പാമ്പ് കടിയേറ്റതല്ല. അപ്പം അത് ഇയാൾ സ്വയം ഉണ്ടാക്കിയിരിക്കുന്ന പാടുകളാണത്. അപ്പോൾ ഇപ്പോൾ ഇയാളെ സൈക്യാട്രിസ്റ്റിന് റെഫർ ചെയ്തിരിക്കുക. ഈ പാമ്പ് ഒഫീഡിയോ ഫോബിയ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റേ റെഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒഫീഡിയോ ഫോബിയ എന്ന് ഞാൻ അന്വേഷിച്ചു. അത് ആൻസൈറ്റി ഡിസോർഡർ ആണ്. പലർക്കും ഈ ഉത്കണ്ഠകൾ വന്നിട്ടാണല്ലോ, ആവശ്യമില്ലാതെ ഉത്കണ്ഠകൾ വന്നിട്ടാണല്ലോ ഇത് അസുഖങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്, വിഷാദ രോഗങ്ങളൊക്കെ ആയിട്ടൊക്കെ മാറുന്നത്. അതിന് എക്സ്പോഷർ തെറപ്പി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ആണ് നടത്തേണ്ടത്. കൂടുതൽ പാമ്പുകളുടെ പ്രസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ ഈ ജെർപാറ്റോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഉരകങ്ങളില്ലേ, പാമ്പ് ഈ വാലും തലയായിട്ട് നടക്കുന്ന ഇഴഞ്ഞു പോകുന്ന പല്ലി, ഓന്ത്, അരണ, ഈ റെപ്റ്റൈൽസിനെ മൊത്തം പേടിക്കുന്ന ഒരു അസുഖമുണ്ട്, പാമ്പ് ഉൾപ്പെടെ. അതാണ് ജെർപാറ്റോഫോബിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒഫീഡിയോഫോബിയ, പാമ്പിനോടുള്ള പേടിയും അതിനെ തുടർന്നുള്ള മനോരോഗവും ഉണ്ടാകാം. അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇയാളുടെ ഉള്ളിൽ ആക്ട് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കും. ഈ പാമ്പിന് പേടിയുള്ള ഈ അസുഖമുള്ളവർ, ഒഫീഡിയോഫോബിയ ഉള്ളവർ സാധാരണഗതിയിൽ അവർ അസാധാരണമായിട്ടാണ് സമൂഹത്തിൽ പെരുമാറുക. കൂട്ടുകാരുടെ വീട്ടിലൊന്നും പോവില്ല, അവിടെയൊക്കെ പാമ്പുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യും. പിന്നെ മൃഗശാലകളിൽ പോവില്ല, അവിടെ പാമ്പുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ പെറ്റ് കെയർ സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ വളർത്തു കേന്ദ്രങ്ങളൊക്കെ, അവിടെ ഒന്നും പോവില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. വല്ലാത്ത പേടിയോ ബോധക്കേടോ ഒക്കെ ഉണ്ടാവും. പാമ്പെന്ന് കേട്ടാൽ തന്നെ അപ്പോൾ മൂത്രമൊഴിക്കാൻ തുടങ്ങും എന്ന് പറയുന്ന പ്രശ്നത്തിലാണ്. ഇതുപോലെ പ്രേക്ഷകർക്കറിയാത്ത പല അസുഖങ്ങളും വേറെ ഉണ്ട്. റാനിഡോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയെ പേടിക്കുന്ന അസുഖം, അങ്ങനെയുണ്ട്. താനറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ മരണത്തെ പേടിക്കുക എന്നുള്ളതാണ്. താനറ്റോഫോബിയ ഈ കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ള പേരാണ്. ആണല്ലേ? അത് ഫിയർ ഓഫ് ഡെത്ത്, മരണത്തിന് പേടി ആണ്. അത് പക്ഷേ പാമ്പ് കടിച്ചിട്ട് എനിക്ക് മരണം വരുമോ എന്നുള്ള ഭയവും ഒക്കെ ഉണ്ടാവാം. മരണമാണ് ആത്യന്തികമായി പേടി. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനത്തെ എല്ലാം കൂടി ചേർന്നൊരു അസുഖമാണോ എന്നും നോക്കണം. അപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തിരിക്കുകയാണ്. ഇയാൾക്ക് ഒഫീഡിയോഫോബിയ, പാമ്പിനെ. അപ്പോൾ ഒരു മനഃശാസ്ത്രി ഇയാളുടെ അസുഖം ഭേദപ്പെടുത്തും എന്നാണ് കരുതുന്നത്. പക്ഷേ എപ്പോഴും ഒരു സംശയം, ഈ ഡോക്ടർ കാണാനായിട്ട് ഇയാൾ ചെന്നല്ലോ മറ്റു പലതവണ. അപ്പോൾ ഈ ഡോക്ടർ ഇയാൾക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് മരുന്ന് വെച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞ് വിട്ടതായിരിക്കും അല്ലേ? 6-7 തവണ ഡോക്ടറുടെ ഭാഗത്ത് തന്നെ സത്യത്തിൽ കുഴപ്പമുണ്ട് അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ ശരിക്കും എത്തിക്സ് അനുസരിച്ചിട്ടല്ല പെരുമാറിയിരിക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു. ഇയാൾ ഒരേ ആശുപത്രിയിൽ പോകുന്നു, ഒരേ ഡോക്ടറെ കാണുന്നു, ഒരേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരുന്നു ഇയാൾ സർക്കാരിൻ്റെ പാമ്പുകളാണല്ലോ കടിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ അസുഖത്തിന് ബില്ലൊക്കെ ഹാജരാക്കിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടർ ജവഹർലാൽ പിന്നെ നെഹ്റുവിൻ്റെ പേരാണല്ലോ, ഫ്രോഡായിരിക്കും. ഈ മറ്റേ നിന്ന് കൊടുത്തതാണോ എന്നറിഞ്ഞുകൂടാ. മാത്രമല്ല ആശുപത്രിക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഇയാൾ എത്ര തവണ ചികിത്സയ്ക്ക് വന്നാലും എന്നാലും
അത് പരിശോധിക്കേണ്ട ഒരു ബാധ്യത. പാമ്പിൻ്റെ പാടല്ല എന്ന് മറ്റുള്ളവർ കണ്ടെത്തിയ പോലെ, മറ്റ് ഡോക്ടർമാരുടെ സംഘം കണ്ടെത്തിയ പോലെ ആ ഡോക്ടർക്കും കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് മറ്റുള്ളവരെ അറിയിക്കുകയൊക്കെ വേണമായിരുന്നു. ഇത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയപ്പോഴാണല്ലോ ഇതൊരു ചർച്ചയും വിവാദവും ഇതൊക്കെ ആയിട്ട് വന്നത് പ്രത്യേകിച്ച്. അപ്പോൾ മറ്റേ സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരുന്നു, നിങ്ങൾ സർക്കാർ ആശുപത്രി പോയാൽ മതി, അവിടെ ഓസിന് ചികിത്സ, ചികിത്സയൊക്കെ അവിടെ ഉണ്ട്, ഇങ്ങനെ പോകേണ്ടതില്ല എന്ന്. അപ്പോൾ വേറെന്തോ ഒരു ദുഷ്ടലാക്ക് ഡോക്ടറുടെ ഭാഗത്തും ഉണ്ടായിരുന്നു വേണം കരുതാൻ. ചിലപ്പോൾ ഇനി ഇവർ രണ്ടുകൂടെ ചേർന്നുള്ള ഒരു ആസൂത്രണമാണെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആണോ ശ്രദ്ധ ആകർഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അതെ അതെ അതെ. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നുള്ളത് ഈ പറയുന്ന 3 ഡോക്ടറുടെ സംഘം സ്ഥിരീകരിച്ചല്ലോ അല്ലേ? ഓഫീഡിയോഫോബിയ ആയിരിക്കും എന്ന് അവർക്ക്, കാരണം അവരെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണല്ലോ, ഒരു വലിയ ഡോക്ടർ സംഘമാണല്ലോ പോയിരിക്കുന്നത്. തഹസീൽദാരെയും കൂട്ടിയിട്ടുണ്ട്, കാരണം തഹസീൽദാരുടെ ചുമതലയിലായിരിക്കുമല്ലോ ഈ റവന്യൂ സ്ഥലമൊക്കെ, അവിടെയൊക്കെ പാമ്പുള്ളത്. അത് ഡോക്ടർമാരല്ലാത്തതുകൊണ്ട്, കാരണം അവിടെയൊക്കെ പാമ്പുണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മയിൽ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പി കൃഷ്ണപിള്ളയും പാമ്പ് കടിച്ച്. അപ്പോൾ നമ്മുടെ ടി ജി മോഹൻദാസിന് അദ്ദേഹം ചേർത്തലക്കാരനാണല്ലോ, അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള സ്ഥലമാണ് മുഹമ്മ. അദ്ദേഹം എപ്പോഴും എന്നോട് പറയാറുണ്ട് മുഹമ്മയിൽ പാമ്പില്ല എന്ന്. അതെയോ? ചില മേഖലകളിൽ പാമ്പുണ്ടാവില്ല, ആ മണ്ണ്, പ്രകൃതി ഇതൊക്കെ അനുസരിച്ചിട്ട്. അവിടെ വെച്ചാണ് പാമ്പ് കടിച്ചത്. അപ്പൊ ആ ഉത്തരയുടെ കേസില്ലേ, ഒരാൾ അവര് കിടക്കുന്ന കട്ടിലിൽ കൊണ്ടുപോയിട്ട് ഭർത്താവ് പാമ്പിനെ അപ്പൊ ആ ഉത്തരയുടെ ഭർത്താവ് ചെയ്ത പോലെ ആരോ കൊണ്ടുപോയി പി കൃഷ്ണപിള്ള ഇരുന്നെടുത്ത് പാമ്പിനെ ഇട്ടതാണോ എന്നുള്ളൊരു സംശയം അക്കാര്യത്തിലുണ്ട്. അപ്പൊ ഈ സംഭവത്തിന് മുൻഗാമികളുണ്ടെന്നാണ് സാർ അപ്പൊ അന്ന് കൃഷ്ണപിള്ളയുടെ മരണം ഉണ്ടായപ്പോഴും അത് തഹസീൽദാരെയും കൂടി ഏൽപ്പിക്കേണ്ടതായിരുന്നു ഈ കേസില് പാമ്പുള്ളതാണോ എന്നുള്ളത്. അങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല. എന്തായാലും ഈ വികാസ് ദുബെയുടെ കേസിന് വലിയ ആകാംക്ഷയായിരുന്നു പ്രേക്ഷകർക്ക്. അപ്പോൾ അവരുടെ ആകാംക്ഷയൊക്കെ തൽക്കാലത്തേക്കൊന്ന് ശമിച്ചു എന്ന് പറയാം. ഇനി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതിന്റെ ഒരു തുടർച്ച ചെയ്യേണ്ടി വരും. കാരണം റിപ്പോർട്ടായി ഇനി മറ്റേ മാനസിക രോഗമാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരം വരുമോ എന്നുള്ളത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.